So this is my day 2 in Trivandrum. Actually Trivandrum ആണ് എൻ്റെ ഹോം ടൗൺ. എൻ്റെ ജൂലിയുടെയും ഹോം ടൗൺ ഉള്ളതാണ്. ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ അച്ഛനും ചേച്ചിയെല്ലാം അല്ല അച്ഛനും ചേച്ചിയുടെ കുഞ്ഞും കൂടെ ലക്ഷദ്വീപിൽ രണ്ടുപേരുടെ അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ആക്ച്വലി അവരിപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ വീട്ടിലായിരുന്നു. 2 ദിവസം കൊണ്ട് വീട്ടിലാണ്. അവൾ മണ്ണന്തല അവളുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി രാവിലെ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും എൻ്റെ എന്താ പറയുക വൈഫ് എന്നെ ട്രോൾ ചെയ്യ വീഡിയോ കണ്ടാണ്. അത് ആക്ച്വലി ട്രോൾ ചെയ്യൊന്നുമല്ല കേട്ടോ. അവൾ എൻ്റെ അടുത്ത് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യും. ഐ വാസ് ഓക്കെ എന്നുവെച്ചാൽ ലൈക്ക് അതവൾ എടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് അവളത് എടുക്കുന്നത്. അപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്തതിലും വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് എപ്പോഴും എനിക്കറിയത്തില്ല എല്ലാവരുടെയും ഇത് സിറ്റുവേഷൻ ഇതാണെന്ന്. എനിക്കെപ്പോഴും ബേസിക്കലി ജിമ്മിൽ പോകാൻ മോട്ടിവേഷൻ വേണം, കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ആ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 50 ഡേയ്സോളം ഞാൻ പക്കയായിട്ട് ജിമ്മിലൊക്കെ പോയി വണ്ണമൊക്കെ കുറച്ച് എല്ലാം സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ തവണ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് 50 ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു എൻ്റെ രണ്ടാമത്തെ ആൾ ജനിച്ചത്, റൂഹാൻ ജനിച്ചത്. അപ്പോൾ റൂഹാൻ ജനിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ട്രിവാൻഡ്രം അങ്ങനെ പിള്ളേരെ കാണാൻ പോകുന്നത് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ജിമ്മ് പക്കയാവാതെ മുടങ്ങിപ്പോയി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേ പ്രോട്ടീനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും എടുക്കുന്ന ഡൈമറ്റൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയും പിന്നെ ANS എന്ന് പറഞ്ഞൊരു ഇതിൻ്റെതുമാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഞാൻ വേറെ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതത്ര ഓക്കെ അല്ലായിരുന്നു. ബിക്കോസ് പാക്കിംഗ് എല്ലാം വാസ് സിമിലർ, പക്ഷെ അത് ഒറിജിനൽ അല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാര്യം അതിൻ്റെ പിന്നെ പാക്കിംഗ് ഒക്കെ ഞാൻ ഒന്ന് പഴയതുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അതിൽ കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് എപ്പോഴും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാൻ ഗോൾഡിൽ ഗോൾഡ് സിമ്മിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കണ്ട് പരിചയപ്പെട്ടതാണ്. ആനന്ദ് എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു നല്ല ഷോപ്പ് ഇവിടെ ആക്ച്വലി ഉണ്ട്, ബോഡി ബിൽഡ് ഇന്ത്യ എന്ന് പറഞ്ഞ്. അവർക്കിവിടെ 2 ഷോപ്പുണ്ട്. എൻ്റെ വിശ്വാസത്തിനാണെങ്കിൽ 2 ഷോപ്പാണ്. കവടിയാറും ഉണ്ട്, പിന്നെ കഴക്കൂട്ടത്തും ഉണ്ട്. ഞാൻ പോകുന്നത് ഇപ്പോൾ കവടിയാറാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴക്കൂട്ടത്ത് പോയായിരുന്നു, അവിടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഒരു നല്ല ഷോപ്പാണ് കേട്ടോ. അത് അവന് ഒറിജിനൽ പ്രോഡക്ട്സ് മാത്രമേ സെയിൽ ചെയ്യത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ പിന്നെ അവനും ഈ പറഞ്ഞ കണക്കാണ് ബോഡി ബിൽഡിങ്ങും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ ഫൗൾ ഒരു പരിപാടിയൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ആനന്ദിൻ്റെ കവടിയാറോട്ട് പോവുകയാണ്. കവടിയാർ അവനൊരു കുറവൻകോണത്ത് അവനൊരു ഷോപ്പുണ്ട്, അവിടെ പോയാണ് ഇന്നിപ്പോൾ ഡൈമറ്റൈസും എയിൻസും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ട്, അവനെ വിളിച്ചപ്പോഴത്തേക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഷോപ്പിൽ ചെന്നിട്ട് ഏതെടുക്കണോ നോക്കിയെടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി അവിടുത്തെ പരിപാടികൾ കാണിച്ചു തരാം. നിങ്ങൾക്കും ഈ പറഞ്ഞ കണക്കാണ് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിങ്ങൾ വാങ്ങിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആനന്ദിൻ്റെ ഈ ബോഡി ബിൽഡ് കുറവൻകോണോ കഴക്കൂട്ടോ ഏതാണോ നിങ്ങൾക്ക് നിയറസ്റ്റ് അതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം ഒരുവിധം ഉൾപ്പെട്ട എല്ലാ നല്ല പ്രോഡക്ട്സും അവൻ്റെ ഉണ്ടെന്നാലും അതേസമയം അവനത് നല്ലൊരു റേറ്റിലൊക്കെ ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ലൊരു എന്ന് വെച്ചാൽ എന്താ പറയാനായിട്ട് ഇപ്പം കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല പ്രൈസിനൊക്കെയാണ് തരുന്നത്. എനിക്ക് തരുന്നത് അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മുടെ കുറവൻകോണം കവടിയാർ റോഡാണ്. അവിടെ നമ്മുടെ പഴയ കിങ്സ് റെസ്റ്റോറൻറ്റ് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഈ സ്കാൻഡി ഷോപ്പ് അതൊക്കെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു സൂര്യ മെഡിക്കൽസ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ആനന്ദിൻ്റെ ഈ ബോഡി ബിൽഡ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ കവടിയാറുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ആ പരിപാടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ പ്രോട്ടീൻ പൗഡറും സാധനവും പിന്നെ ഞാനൊരു BCAA+ ഇലക്ട്രോലൈറ്റ് ഉള്ള ഒരെണ്ണം വാങ്ങിച്ച് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് അത് പ്രീ വർക്കൗട്ടാണ് തോന്നുന്നത്, വർക്കൗട്ടിന് മുമ്പ് കുടിക്കാനാണ്. അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 ഗ്ലൗസ് വാങ്ങിച്ച്. ഞാൻ മാത്രമല്ല കേട്ടോ, അവള് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അവള് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അവള് ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് കൊച്ചിയിലേക്ക് പോകണം. കാര്യം എൻ്റെ ജിമ്മ് ഇല്ലെങ്കിൽ വീണ്ടും മുടങ്ങും. അത് ഉള്ളതുകൊണ്ട് ജിമ്മിലോട്ട് എറണാകുളത്തോട്ട് ഇന്ന് പോകും. നാളെ മുതൽ ഇനി ജിമ്മിൽ രാവിലെ പോയി തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.